ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകാൻ വേണ്ടി പോണത് പുതിയ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണല്ലേ, ബക്കറ്റ് ചിക്കൻ. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാം അല്ലേ. അപ്പൊ ഞങ്ങള് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് ചിക്കൻ വാങ്ങുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചിക്കൻ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ വാങ്ങുന്നത് കാണാം. ഇത് ഞങ്ങൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ സ്പ്രിങ് ആണ്, കാടക് പകരം വേണ്ടിയിട്ട് പൊരിക്കുന്ന സാധനമാണിത്. ഞങ്ങൾ ചുടാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങുന്നത്. ബാക്കിയുള്ളത് കാണാം. ഇപ്പൊ ഞങ്ങള് ചിക്കൻ വാങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ മുമ്പ് കാണിച്ചു തരും. ചെറിയ സ്പ്രിങ് ആട്ടോ വാങ്ങിയത്. ഇത് സ്പ്രിങ് ആണ്. മറ്റേത് ബ്രോയിലർ കോഴി വീട്ടില് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങള് വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ മുമ്പ് ബ്രോയിലർ. ഞാൻ കൂടി കാണിച്ചു തരാം. അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഞങ്ങക്ക്. അപ്പൊ ഞാൻ കാണാം. ഇപ്പൊ ഞങ്ങൾ ആ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പൊ അതാ ഓലയും സാധനങ്ങളും എല്ലാ സാധനവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് ചിക്കൻ ഉണ്ടാക്കാനുള്ളത്. എവിടെയാണ് ഇത് അവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാനുള്ള പ്രൊസീജിയേഴ്സിലേക്ക് പോവാം. അപ്പൊ ഞങ്ങളിതാ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ബ്രോയിലർ ആണ്, ഇത് സ്പ്രിങ് ആണ്. ഇത് നമ്മള് ചുടും. ഇത് നമ്മള് ബക്കറ്റ് ചിക്കൻ ആക്കുന്നതാണ്. അപ്പൊ അതിന്റെ മുമ്പ് നമ്മള് ഇതൊന്ന് കഴുകട്ടെ. ഞങ്ങള് വേണ്ടി പോവാണ്. അപ്പൊ അത് കൊറേ നെയ്യുണ്ട്. അതൊക്കെ ഞങ്ങളൊന്ന് മുറിച്ച് കളയട്ടെ. മതി. അതൊക്കെ നമ്മളാണ് വൃത്തിയാക്കണ്ട. എന്നിട്ട് നമുക്ക് കഴുകാം. ഫസ്റ്റ് ഇതൊന്ന് ഞങ്ങളൊന്ന് കഴുകട്ടെ. പാത്രം ഇങ്ങോട്ട് ഒന്നുകൂടി ചേർക്കണം. ഇനിയുണ്ട് ചേട്ടാ. എന്നാ ഫസ്റ്റ് ഇതിനെ ഉൾക്കിട്ടുന്നു. ഒരു 3-4 പ്രാവശ്യം കഴുകി എടുക്കണം. ഞാൻ കളഞ്ഞില്ല, നോക്കിയതാ. ഇതിന്റെ ഉള്ളിലൊക്കെ നല്ല വൃത്തിയാക്കി കഴുകണേ. ഇനി ഒരു വട്ടം കൂടിയാണ് കഴുകണത്. അപ്പൊ ലാസ്റ്റ് ഒരു വട്ടം കഴുകാൻ വേണ്ടി പോവാ. ഞങ്ങൾ 4 പ്രാവശ്യം കഴുകിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊന്ന് ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുക്കാം. മസാല ഉള്ളിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്നാലേ നല്ല മസാല ഉള്ളിലേക്കൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്യട്ടെ. അപ്പോൾ അടുത്തതിന് സ്പ്രിങ് പോയി ഒന്ന് കഴുകട്ടെ. നമ്മളിതാ ഇതും കൂടി ഒന്നും കൂടി വരഞ്ഞു കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടേ വരയുന്നുള്ള, നല്ലോണം വരയുന്നില്ല. ഇത് നമ്മള് കാടക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. ഇത് കറി വെക്കാനൊന്നും പറ്റൂല. ഇത് പൊരിക്കാൻ മാത്രമേ പറ്റുള്ളൂ.
സ്പ്രിങ്. അപ്പൊ ഇത് സ്പ്രിങ് കോഴിയാണ് ഇട്ടത്. ഈ കാടക്ക് പകരം പൊരിക്കുന്ന സാധനം അത്. ഞങ്ങൾ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കട്ടെ. ബാക്കി മസാല റെഡിയാക്കിയിട്ട് കാണാം. അപ്പൊ ഞങ്ങളിതാ 3 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് ഉപ്പുപൊടിയും 1 സ്പൂണ് കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം നാരങ്ങയും പിഴിഞ്ഞിട്ടുണ്ട്. 3 കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഞാനാണ് ചിക്കനിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കുന്നത്. മസാല ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതിലേക്ക് കുറയ്ക്കണം. അപ്പൊ നമ്മള് തേച്ച് കയ്യാനായിക്കണേ. തേച്ച് ചെയ്യാനായിട്ടുണ്ട്. ഇതാ ബേക്ക് കൂടി ഇതാ ഒരു ചെറിയ സാധനം കൂടി നമുക്ക് പെരട്ടാണ്ട്. അതാണ് ഇത് കാടയല്ല കേട്ടോ. കാടല്ല കേട്ടോ സാധനം. സ്പ്രിങ്ങിന്റെ ചെറിയ സാധനം. സ്പ്രിങ്ങിന്റെ ചെറിയ സാധനം കണ്ടോ. ഇനി അതിന്റെ ഉള്ളിലേക്ക് 3-4 മല്ലിച്ചപ്പ് കയറ്റിയത്. അപ്പൊ മല്ലിച്ചപ്പ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ നമ്മള്. ബാക്കി മറ്റേ സ്പ്രിങ്ങിലേക്ക് ഇതാ കേട്ടോ. അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് ക്യാമറ അപ്പൊ നല്ലതാ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിനി പുരട്ടിയിട്ടുണ്ട്. അത് അതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കുകയാണ്. ഇതിന് ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ നമ്മളിത് അതിന് ചെറുതിലേക്കാണ് അങ്ങോട്ട് വാങ്ങി വെച്ചോ. ചെറുത് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ്. ചെറുത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാനാണ്. ആ മസാല തന്നെ ആട്ടോ നമ്മൾ ഇതിന് കൊടുക്കുന്ന. വേറെ മസാല ഒന്നുമല്ല. മസാല അല്ല അത് കുഴപ്പമില്ല. മൊത്തത്തിലേക്ക് പഠിച്ചിട്ടോ. എന്റെ കഴുത്തിൽ നല്ലോണം തേക്കും. അതിന്റെ ഉള്ളിക്കേ നല്ലോണം തേച്ച് കൊടുക്കും. അപ്പൊ മസാല ഒക്കെ എടുത്തിട്ട് മൊത്തം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ തിരികെ കൊടുക്കുക. ഇത് കുറച്ച് മല്ലിച്ചപ്പുണ്ട്. നമ്മള് ഈ ബാക്കിയുള്ള മല്ലിച്ചപ്പും കൂടി ഇതിന്റെ ഉള്ളിലേക്ക് ഇടുക കേട്ടോ. ഇത് ബക്ക ചിക്കൻ അല്ല കേട്ടോ. ഇതിന്റെ പേരാണ് ചെമ്പ് ചിക്കൻ. ബക്ക ചിക്കൻ അതിനെ ഉദ്ദേശിച്ചിരുന്നു. പിന്നെ ഞങ്ങള് ഒരു വെറൈറ്റി ആക്കി ഇവിടെ തരച്ചിട്ട് ചെമ്പ് ചിക്കൻ ആക്കി. അപ്പോൾ നമ്മളിതാ ഇതും നമ്മൾ ഫുള്ള് പറ്റി കഴിഞ്ഞു ഇതിലേക്ക്. ഇനി ഇത് നമ്മളൊരു 2 മണിക്കൂർ ഫ്രിഡ്ജ് കൊണ്ടുവെക്കുകയാണ്. 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. നല്ല മസാല പിടിക്കട്ടെ. നല്ല മസാല പിടിച്ചോട്ടോ. അപ്പൊ ഞങ്ങളതാ 2 ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് തേച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രിഡ്ജ് കൊണ്ടു വെച്ചിട്ട് വരാം. അപ്പോൾ ഹായ്, ഞങ്ങളിതാ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് സാധനം എത്തിയിട്ടുണ്ട്. എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ചുടാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം.
അപ്പോൾ ഇനി ഞങ്ങൾ ചെറിയ ചിക്കൻ ചൂടാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള ചിരട്ടയൊക്കെ ഒന്ന് കത്തിച്ച് കണലാക്കട്ടെ. അപ്പോൾ അതാ ചിരട്ട അപ്പോൾ നല്ലോണം കത്തുന്നുണ്ട്. അപ്പോൾ ചിരട്ട കത്തിയിട്ടൊന്ന് കണലാവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിരട്ട അതാ നല്ലോണം കത്തുന്നുണ്ട്. അപ്പോൾ ചിരട്ട അവിടെ കത്തിക്കോട്ടെ. അപ്പോഴേക്കും ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് ചെമ്പ് ചിക്കനിലേക്കുള്ള കാര്യങ്ങളിൽ നോക്കട്ടെ. ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാരും ബക്കറ്റ് ചിക്കൻ അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു വെറൈറ്റി ചെയ്ത് ചെമ്പ് ചിക്കൻ ചെയ്യാൻ വേണ്ടി പോവാ. എന്തോ അടി അടിച്ച് പോണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ആ ചിക്കൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്പിൻ്റെ അടിയിൽ കൂടെ ഒന്നും ലീക്ക് വരാൻ വേണ്ടി പാടില്ല, എയർ പുറത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല. അതിനെ കൂടെ വലിയൊരു കല്ല് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അടിയിൽ നല്ലോണം മണ്ണ് കുഴച്ചിട്ട് നല്ലോണം അമർത്തി വെച്ചാൽ മതി. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, ഒരു കല്ലാണ് കയറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെമ്പ് ചിക്കൻ ആയിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒപ്പരം തന്നെ അടിയാണ് സ്പ്രിങ്ങിൻ്റെ ചൂടലും ചെയ്യുന്നത്. അപ്പോൾ ചുട്ടെടുത്താൽ നല്ലോണം വെന്ത് വരുന്നുണ്ട്, അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ആയിക്കോട്ടെ, ഇത് ഇവിടെ നല്ലോണം ആയിക്കോട്ടെ. അപ്പോഴേക്കും ഞങ്ങൾ പോയിട്ട് ചെമ്പ് ചിക്കനിലേക്ക് തീ കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ ചെമ്പ് ചിക്കനിലേക്ക് തീ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കത്തി പിടിച്ച് വരുന്നുണ്ട്, നല്ലോണം കത്തി പിടിക്കട്ടെ. വെള്ളത്തിൽ വീണല്ലോ പേപ്പർ. അപ്പൊ തീ കത്തി പിടിച്ചിക്കണേ. ഒരു 20 മിനിറ്റ് നമുക്ക് വെക്കാം. 20 അല്ല, ഒരു 15 മിനിറ്റ്. എടാ 7:54 ഇപ്പുറത്തെത്തിയില്ല. ഞാൻ വീഡിയോ എടുക്കാനേ. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറി നോളിയാ. ഇപ്പോൾ തീ നല്ലോണം പിടിച്ചിട്ടുണ്ട്, നല്ലോണം കത്തുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ വേണം, ഒരു 20 മിനിറ്റ് ഇതേപോലെ ഇട്ട് കത്തിക്കണം, എന്നാലേ ആയി കിട്ടുള്ളൂ നല്ലോണം. ചൂടില്ല, വേർക്കണ വേണം കടന്നിട്ട്. അപ്പോൾ അതാ ഒരു 15 മിനിറ്റ് ഞങ്ങൾ നല്ലോണം കത്തിച്ചിട്ടുമുണ്ട്. ഒരു 10 മിനിറ്റ്
ഇങ്ങനെ കത്തിക്കായിട്ട് വെറുതെയും വെച്ചിട്ടുമുണ്ട്. നല്ലോണം കണലാൻ. അപ്പോൾ വെന്തിട്ടുണ്ടോ നോക്കാം നമുക്ക്. വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ആക്കാം. എടുത്തിട്ട് പോകണം കേട്ടോ. ഇല്ല 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 ഞാൻ പറഞ്ഞില്ല ആയിണ്ടാവില്ല ഇങ്ങോട്ട്. അപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കത്തിക്കാൻ വേണ്ടി നോക്കാം. ഇല്ലടാ, ഈ ഭാഗം മാത്രമേ വേഗത്തുള്ളൂ. ഞാൻ കൊണ്ടായി പാളയും കിട്ടണം, ഈ സാധനം കിട്ടണം. അപ്പൊ സാധനം വെന്തിട്ടില്ല. ഒന്നുകൂടെ കത്തിക്കാൻ പോവും കേട്ടോ. ഇതിപ്പോ പകുതി വേവേ ആയിട്ടുള്ളൂ. അപ്പൊ ഒന്നുകൂടെ കത്തിക്കാൻ പോകും. ഇതിന് അടിഭാഗം ഒന്നും വെന്തിട്ടില്ല. ഒന്നുകൂടെ അത് വെച്ചിട്ട് ഒന്നുകൂടെ കത്തിച്ചെടുക്കാൻ പോകും. അപ്പോൾ ഞങ്ങളൊരു 10 മിനിറ്റ് കൂടി നല്ലോണം ഒന്ന് കത്തിച്ചിട്ട് ഇനി വെന്തിട്ട് കാണാം. അപ്പൊ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ബക്കറ്റല്ല, ചെമ്പ് ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ച് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങള് രണ്ടാമത് കത്തിച്ചപ്പോ നല്ലോണം വെന്തിട്ടുണ്ട്. ഞങ്ങള് ഇനി വീട്ടിലേക്ക് എടുക്കാണ്ടി പോകും. ഇങ്ങോട്ട്. അപ്പൊ നമ്മള് ചെമ്പ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. വെന്തിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊറോട്ടയും ഇതും കൂടിയിട്ട് കഴിക്കാം. എടാ ഇത് നമുക്ക് അങ്ങോട്ട് എടുക്കട്ടെ. പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പൂവാതെ 2 എണ്ണം കൊടുക്കുകയാണ്. എല്ലാവർക്കും 2 എണ്ണം വീതം കൊടുക്കുക കേട്ടോ. ഷിബി എങ്ങനെയുണ്ട്? കൈ ചൂട് വെച്ചുകൂടെ? അപ്പൊ ഞാനും കഴിക്കേണ്ടി പോട്ടോ. ഞാൻ 2 പൊറോട്ട എടുക്കാണ്ടി പോവാണ്. Sun on the ocean breeze, somewhere you promised me. I love that you find off, it's not denial, just something to blame. I feel electricity, you're like. മറ്റേ ചുട്ട ചിക്കൻ കാണിക്കേണ്ടി പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ കഴിച്ചു തീർത്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കേണ്ടി പറ്റിയില്ല. അപ്പൊ ഇനി ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് വരാം. ബാക്കി കാണാം. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഫുൾ ക്ലീൻ ആക്കി ഇവിടെ ഒക്കെ. ഇനി ഇവര് പോവുകയാണ്. ചിക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചിക്കൻ പൊളി സാധനമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.